വിശദമായ വാർത്തകളിലേക്ക്. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി. മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച സ്റ്റേ ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജി സൂററ്റ് സെഷൻസ് കോടതി തള്ളുകയായിരുന്നു. ഇതോടെ ലോക്സഭാ എം പി സ്ഥാനത്തിനുള്ള അയോഗ്യത രാഹുൽ തുടരും. അപകീർത്തി കേസിൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റക്കാരനെന്ന് വിധിച്ചത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായാണ് രാഹുൽ ഗാന്ധി സെഷൻസ് കോടതിയെ സമീപിച്ചത്. ജഡ്ജി RS മൊഗേരയാണ് വിശദമായ വാദം കേട്ട ശേഷം ഹർജി തള്ളിയത്. രാഹുലിന്റെ അപേക്ഷയിൽ ഈ മാസം 13 കോടതി 5 മണിക്കൂർ വാദം കേട്ടിരുന്നു. അപ്പീൽ തീർപ്പാകും വരെ ശിക്ഷ സ്റ്റേ ചെയ്യാൻ വ്യവസ്ഥയുണ്ടെന്നും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധികളുണ്ടെന്നും രാഹുൽ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാപ്പ് പറയാൻ കൂട്ടാക്കാത്ത രാഹുൽ അഹങ്കാരിയാണെന്നും സ്റ്റേ നൽകരുതെന്നുമായിരുന്നു പരാതിക്കാരനും BJP നേതാവുമായ പൂർണേഷ് മോദിയുടെ പ്രധാന വാദം. അതേസമയം രാഹുലിന്റെ ഹർജി തള്ളിയതോടെ ലോക്സഭാ MP സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യത തുടരും. കുറ്റക്കാരനെന്ന വിധിക്ക് സ്റ്റേ ലഭിക്കാതിരുന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. 2019 കർണാടകയിലെ കോലാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പരാമർശമാണ് രാഹുലിനെതിരായ കേസിലേക്കും അയോഗ്യതയിലേക്കും നയിച്ചത്. എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേര് വന്നതെങ്ങനെയെന്ന പരാമർശമാണ് വിവാദമായത്. കേസിൽ CJM കോടതി രാഹുലിനെ 2 വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്. ഇതേ തുടർന്നാണ് രാഹുലിനെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കിയത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.